മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മിൻ ബഅദി വസിയ്യത്തിൻ യൂസാ ബിഹാ ഔ ദൈനിൻ ഗൈറ മുളാർ വസിയ്യത്തൻ മിനല്ലാഹ് വല്ലാഹു അലീമുൻ ഹലീം. റബ്ബി ഇശ്റഹ് ലി സുദ്രി വയസ്സിർ ലി അംരി. സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സുഹൃത്തുക്കളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകളും മരണം വരെ സ്വന്തം ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും സൂക്ഷ്മതയോടെ സ്വീകരിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മാതാപിതാക്കളോട് മക്കൾക്കുള്ള കടമയും മക്കളോട് മാതാപിതാക്കൾക്കുള്ള കടമയും നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി. പക്ഷേ ഇന്ന് ഒരുപാട് കുടുംബങ്ങൾ പരസ്പരം അകന്നും രക്തബന്ധങ്ങൾ പോലും തമ്മിലടിച്ചും ജീവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതിനൊക്കെ ഒരു കാരണമാവാറുള്ളത് മരിച്ചുപോയ ഉമ്മയുടെയോ വാപ്പയുടെയോ സ്വത്ത് വീതിക്കുന്ന സമയത്താണ്, അഥവാ അനന്തര സ്വത്തിന്റെ പേരിലാണ്. അന്നുവരെ ഒരേ വീട്ടിൽ ഒരേ രക്തമാണെന്ന് തിരിച്ചറിഞ്ഞ ആളുകൾക്ക് പോലും രക്തബന്ധം നോക്കണ്ട എന്ന ചിന്തയിലേക്ക് എത്തിപ്പെടാറുള്ളത് അനന്തര സ്വത്തിന്റെ തർക്കത്തിന്റെ വിഷയത്തിലാണ്. പല കുടുംബത്തിലും മാതാപിതാക്കളുടെ മരണം മക്കളെ അകറ്റാനും ശത്രുവാക്കാനും പിന്നീട് വർഷങ്ങളോളം പകവെച്ച് ജീവിക്കാനും കാരണമാക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. മറ്റു പല മക്കളോടും ചില മക്കൾ അനീതി കാണിച്ചും അതല്ലെങ്കിൽ സ്വത്തിന്റെ പേരിൽ സ്വാർത്ഥ മനോഭാവം പ്രകടിപ്പിച്ചും ചില ജ്യേഷ്ഠന്മാർ അനിയന്മാരെ പറ്റിച്ചും ചില പെങ്ങന്മാരുടെ ഭർത്താക്കന്മാർ സഹോദരങ്ങളെ പറ്റിച്ചും പല നിലക്കും സ്വത്തിന്റെ വിഷയത്തിൽ, അനന്തര സ്വത്തിന്റെ വിഷയത്തിൽ തന്ത്രം കാണിച്ചു വരുതിയിലാക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ടാണ് ചിലരുടെ കുശാഗ്ര ബുദ്ധി കൊണ്ടും പച്ച മലയാളത്തിൽ പറഞ്ഞാൽ തറവേലത്തരം കാണിച്ചും ആർത്തി പിടിച്ച് സ്വത്തിന്റെ പിന്നാലെ സ്വത്ത് വേണം, സ്വത്തിന്റെ അപ്പുറത്തേക്ക് ബന്ധങ്ങൾക്കൊരു വിലയും കൊടുക്കാതെ കൊല്ലാനും കൊല്ലാൻ കൊട്ടേഷൻ കൊടുക്കാനും മരിച്ചാൽ പോലും എന്റെ മയ്യത്ത് കാണാൻ അവനെ അനുവദിക്കരുത് എന്ന് ഇസ്ലാമിൽ ഒരിക്കലുമില്ലാത്ത ചില വസിയത്തുകൾ പറയാനും ചില ആളുകളെ പ്രേരിപ്പിക്കുന്നത് ഇതേ സ്വത്തിന്റെ വിഷയമാണ്, അനന്തര സ്വത്തിന്റെ വിഷയമാണ്. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഖുർആനിൽ കൃത്യമായി അനന്തര സ്വത്ത് വിശദീകരിച്ചതുപോലെ മറ്റൊരു വിഷയവും ഇത്ര വ്യക്തമായി അല്ലാഹു തആല പരിചയപ്പെടുത്തിയിട്ടില്ല. വിശദമായി അല്ലാഹുവിന്റെ ഖുർആൻ അനന്തര സ്വത്തിനെ പറ്റി പരിചയപ്പെടുത്തുന്നുണ്ട്. സൂക്ഷിച്ചു ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ, സൂക്ഷിച്ച് വീതം വെച്ചിട്ടില്ല എങ്കിൽ, വീതം വെക്കുന്നിടത്ത് മധ്യസ്ഥന്മാര് ചമയുന്ന എളാപ്പമാരും അമ്മോമാരും മൂത്താപ്പമാരും നാട്ടിലെ കാരണവന്മാരും സൂക്ഷ്മതയോടെ ആ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല എങ്കിൽ
അതുകൊണ്ട് മാത്രം നരകത്തിന്റെ അവകാശികളായിത്തീരും. ഒരു വ്യക്തിയുടെ നരകം തീരുമാനിക്കുന്നിടത്ത് മധ്യസ്ഥത മതി. ഒരു വ്യക്തിയുടെ നരകം തീരുമാനിക്കുന്നിടത്ത് അനന്തരസ്വത്തിൽ അനാദരവ് കാണിക്കലും അക്രമം കാണിക്കലും ചെയ്താൽ മതി. അത് വാപ്പയാവാം, മക്കളാവാം, അതല്ലെങ്കിൽ കുടുംബക്കാരാവാം. അതുകൊണ്ട് തന്നെ അതീവ ഗൗരവത്തോടെ കൃത്യമായ ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ അഥവാ വിശുദ്ധ ഖുർആനിന്റെ വെളിച്ചത്തിൽ നമുക്കത് വീതിക്കാനും ആ വിഷയത്തിൽ ഇടപെടാനും സാധിക്കേണ്ടതുണ്ട്. ഇസ്ലാമിക ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോൾ ഈ ഒരൊറ്റ തെറ്റുമതി നരകാവകാശിയാവാൻ. ഉദാഹരണമായി, മരിക്കുന്നത് വരെ ചില വാപ്പാരും ഉമ്മാരും നിസ്കാരപ്പായ എഴുന്നേൽക്കാറില്ല, ഒരു വക്ത് നിസ്കാരം പോലും മാറ്റിവെക്കാറില്ല. തസ്ബീഹുമാലയും നിസ്കാരക്കുപ്പായവും മുസല്ലയുമായി പള്ളിയും വീടുമായി കഴിഞ്ഞുകൂടുന്ന വാപ്പാരോടും ഉമ്മാരോടും മരിക്കാൻ നേരത്ത് കൊടുക്കുന്ന വസിയത്ത് അഥവാ അനന്തര സ്വത്ത് ഒരൽപ്പം പേച്ചുപോയാൽ, നിങ്ങളെ തന്ത്രപൂർവം കുഴിയിൽ ഏതെങ്കിലും മക്കളിൽ ചാടിച്ചാൽ അത് മതി വാപ്പാരെ. വിവരമുണ്ടായ കാലഘട്ടത്തിൽ തിരിച്ചറിവോടെ എഴുതി വെക്കാത്തതിന്റെയും തിരിച്ചറിവോടുകൂടി അതിലെ സൂക്ഷ്മത കാണിക്കാത്തതിന്റെയും പേരിൽ ആ മാതാപിതാക്കളും കുറ്റവാളികളാവും എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ വിശുദ്ധ ഖുർആനിന്റെ വെളിച്ചത്തിൽ പ്രവാചകൻ ഓർമ്മപ്പെടുത്തിയതും അനന്തര സ്വത്ത് വീതിക്കുന്നിടത്ത് 3 പേരെ നമുക്ക് തെരഞ്ഞെടുക്കാം. 1, വീതിക്കുന്ന മക്കൾ. 2, വീതത്തിന് ഇടനിൽക്കുന്ന മധ്യസ്ഥന്മാർ. 3, അതൊരു പക്ഷേ ഇഷ്ടദാനമായോ മുൻഗാമികളിലെ പലരുടെയും പാരമ്പര്യമനുസരിച്ച് വസിയത്തോ വഖഫോ ആയിട്ട് എഴുതി വെക്കുന്ന മാതാപിതാക്കൾ. ഈ 3 വ്യക്തികളെ, 3 വിഭാഗങ്ങളെ അനന്തര സ്വത്തിൽ നമുക്ക് കണക്കാക്കാം. അതിൽ ഒന്നാമത്തെ വിഭാഗം വീതം വെക്കുന്ന മക്കൾ. ആ മക്കൾ വീതം വെക്കുന്ന സമയത്ത് സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തി, ഇന്നല്ലദീന യഅകുലൂന അംവാലൽ യതാമ ളുൽമൻ. ആരെങ്കിലും അക്രമത്തോടുകൂടി അഥവാ അർഹമല്ലാത്ത രീതിയിൽ ഏതെങ്കിലും യതീം മക്കളുടെ ഭക്ഷണം, അവന്റെ സ്വത്ത് തിന്നാൽ, ഇന്നമാ യഅകുലൂന ഫീ ബുതൂനിഹിം നാറ, അവന്റെ വയറ് നിറയ്ക്കുന്നത് നരകത്തിന്റെ തീയാണ്. എന്നിട്ട് റബ്ബ് ഓർമ്മപ്പെടുത്തി, വസയസ്ലൗന സഈറ, ലോകം കണ്ട ഏറ്റവും നിന്ദ്യകരമായ ഒരു മടക്കം, മരണം, അതായിരിക്കും അനാഥകളുടെ സ്വത്ത് തിന്നവന് അല്ലാഹു തആല ഒരുക്കി വെച്ചിട്ടുള്ളത്. സ്വാഭാവികമായും ഇത് അനാഥകളുടെ സ്വത്തല്ലേ എന്ന് നമുക്ക് ചിന്തകൾ വരും. പക്ഷേ എന്റെ വാപ്പ മരിച്ചാൽ ഞാൻ അനാഥനാ, എന്റെ പെങ്ങൾ അനാഥയാ, എന്റെ അനിയന്മാര് അനാഥരാ. അനാഥത്വം ചെറുപ്പത്തിൽ മാത്രമല്ല, വലുതായാലും അനാഥത്വം തന്നെയാ. എന്റെ വാപ്പ മരിച്ചപ്പോ ആ സ്വത്ത് വീതം വെക്കുന്ന മൂത്ത ജ്യേഷ്ഠനാണ് ഞാനെങ്കിൽ എന്റെ അനിയന്മാരെ അനാഥകളായിട്ട് ഞാൻ കണക്കാക്കണം. ആ മാനസികാവസ്ഥയിൽ എന്നെ പോലെ തന്നെ എന്റെ ജ്യേഷ്ഠനെയും അനുജനെയും പെങ്ങളെയും ആ രീതിയിൽ ഇസ്ലാമിന്റെ ചിട്ടക്കനുസരിച്ച് ചിന്തിക്കാൻ ഞാൻ തയ്യാറാവണം. അതുകൊണ്ടാ ഇസ്ലാമിക ചരിത്രം പഠിപ്പിക്കുന്നതും യതീം മക്കൾ എന്ന് പറഞ്ഞാൽ അത് ചെറുപ്പത്തിലെ വാപ്പാര് മരിച്ചുപോയവർ, വാപ്പ വലുതായി, മക്കളും വലുതായി, അതുകൊണ്ട് മൂത്ത ജ്യേഷ്ഠൻ തീരുമാനിക്കും, ബാക്കിയുള്ളവർ അംഗീകരിച്ചേക്കണം എന്ന മനോഭാവമല്ല. മൂത്ത കാരണവരാണോ ദീനിന്റെ ചിട്ടകൾക്കനുസരിച്ച് വീതിക്കണം. അവിടെ ഞാൻ വലിയവൻ, പെങ്ങന്മാരൊക്കെ അങ്ങനത്തവൻ, അല്ലെങ്കിൽ പെങ്ങന്മാരുടെ ഭർത്താക്കന്മാര് വീതിക്കട്ടെ, ആണുങ്ങൾ മാറി നിൽക്കട്ടെ, അങ്ങനത്തെ ഒരു ധാരണയൊന്നും ഇസ്ലാമിലില്ല. കാരണം ഇന്ന് ചില ആളുകൾ അങ്ങനെ ചെയ്യാറുണ്ട്. ഏതെങ്കിലും ചില പ്രദേശത്ത് വീതം വെക്കുമ്പോൾ പെങ്ങന്മാരും പെണ്ണുങ്ങളും ഉണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും കൊടുത്തൊഴിവാക്കുന്ന ഒരു രീതി പല കാലഘട്ടത്തിലും ചരിത്രത്തിലും നമ്മൾ കാണുന്ന ഒരു കഥയാണത്. വീതം വെക്കുന്ന സമയത്ത് മൂത്ത ജ്യേഷ്ഠൻ ആ സ്വത്തെടുത്തിട്ട് പറയും, ഞാൻ നിനക്കൊരു വില തരും, നീ അത് അംഗീകരിച്ചേക്കണം. 2 ലക്ഷത്തിന്റെ സ്ഥലം 2000-ഓ 25,000-ഓ കൊടുത്ത് പെങ്ങന്മാരെ പറ്റിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ ചെറുതെന്തെങ്കിലും കൊടുത്ത് പെങ്ങളല്ലേ, അളിയനൊരു മൊയന്തായതുകൊണ്ട് പെങ്ങന്മാരെ പറ്റിക്കാമെന്ന് ചിന്തിച്ച് പെങ്ങളെ സ്വത്തുകൂടി വരുതിയിലാക്കുന്നവർ. അവൻ തിന്നുന്നത്, അവന്റെ വയറ് നിറയ്ക്കുന്നത് നരകാഗ്നിയ. ഇതുപോലെ തന്നെ ചില വാപ്പാരുണ്ട്, പെണ്ണുങ്ങൾക്ക് എഴുതി വെച്ച് ആണുങ്ങളെ വക മാറ്റുന്നവർ. ആണുങ്ങളിലേക്ക് എത്തിപ്പെടാതിരിക്കാൻ പെണ്ണിന് വഖഫ് ചെയ്തും വസിയത്ത് ചെയ്തും മാറ്റിക്കൊടുക്കുന്നവർ. അവിടെ നല്ല മക്കൾ പറയണം, വാപ്പ സ്വത്തിന്റെ പേരിൽ വാപ്പയോ ജ്യേഷ്ഠനോ നരകത്ത് പോകാൻ പാടില്ല.
ഒരിഞ്ച് ഭൂമിയെ ദുനിയാവിൽ കിട്ടിയെന്ന് വരും. 2 ലക്ഷത്തിന്റെ അപ്പുറം 2 കോടി കൊടുത്താലും റബ്ബ് തരാത്ത നരകത്തിന് വേണ്ടിയാണ് 2 ലക്ഷത്തിന്റെ ലാഭം നോക്കുന്നതെങ്കിൽ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു, നിന്ദ്യകരമായൊരു മടക്കമായിരിക്കും. സ്വത്ത് അർഹതയില്ലാത്ത സ്വത്ത് അവനാന്റെ പേരിലേക്കാക്കി വെച്ചാൽ. അതുകൊണ്ട് ആദ്യം മക്കൾ സൂക്ഷിക്കണം. ഇസ്ലാം പഠിപ്പിച്ച ആണിന്റെ പകുതി പെണ്ണ് എന്ന നിയമങ്ങളൊക്കെ നമ്മൾ പാലിക്കണം. പക്ഷേ പെങ്ങന്മാരായതിന്റെ പേരിൽ പറ്റിക്കാൻ പാടില്ല. കണ്ണായ സ്ഥലം ആരെയെങ്കിലുമൊക്കെ സ്വാധീനിച്ച് സ്വന്തം പേരിലാക്കി അനിയന്മാരെ പറ്റിക്കുന്ന ജ്യേഷ്ഠന്മാരുണ്ട്, അവരും സൂക്ഷിക്കട്ടെ. അല്ലെങ്കിൽ പെങ്ങന്മാരുടെ ഭർത്താക്കന്മാരായാലും ആണുങ്ങളെ അവഗണിക്കാനും മറ്റേതെങ്കിലും കുതന്ത്രങ്ങളും കുശാഗ്ര ബുദ്ധിയും കാണിച്ച് സ്വത്തുക്കൾ വരുതിയിലാക്കുന്ന സർവരും മനസ്സിലാക്കട്ടെ, നേടുന്നത് ഒരണയാണെങ്കിലും 1 ഇഞ്ച് ഭൂമിയാണെങ്കിലും 1 കടമുറിയാണെങ്കിൽ പോലും നിന്ദ്യകരമായ അപമാനിക്കപ്പെടുന്ന ഒരു മടക്കം ഈ ദുനിയാവിൽ നിന്ന് അള്ളാഹു അവർക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഒരു സ്വത്തും സഹായിക്കാത്ത, ഒരു സ്വത്തിനെ കൊണ്ടും സമാധാനം കിട്ടാത്ത റബ്ബിന്റെ പരലോകത്ത് അങ്ങേയറ്റം അവഗണിക്കപ്പെടുന്നവരായി അള്ളാഹു അവരെ കണ്ടുമുട്ടുകയും ചെയ്യും. ഇവരാണ് ഒന്നാമത്തെ വിഭാഗക്കാർ. രണ്ടാമത്തെ ഒരു കൂട്ടർ മധ്യസ്ഥന്മാർ. ഏത് വിഷയത്തിലും മധ്യസ്ഥന്മാരുണ്ടാകും. പലപ്പോഴും മധ്യസ്ഥന്മാർ കക്ഷിത്വത്തിലേക്കും സ്വാധീനിക്കപ്പെടുന്നതിലേക്കും മാറാൻ പാടില്ല. ഏതെങ്കിലും കണ്ണുള്ളവരായിരിക്കും ചിലപ്പോ മധ്യസ്ഥന്മാരായി വരാറുള്ളത്. ആ സ്ഥലം അവനെ എഴുതി കിട്ടിയാൽ അതെനിക്ക് മറച്ചു വിറ്റാൽ എനിക്ക് കോടികൾ ഉണ്ടാക്കാമെന്ന ധാരണയിൽ വേഷം കെട്ടിവരുന്ന മധ്യസ്ഥന്മാരുണ്ട്. ആ മധ്യസ്ഥൻ ഒരുപക്ഷെ മൂത്തവനെ സ്വാധീനിക്കും, പെങ്ങളെ സ്വാധീനിക്കും, ഇളയവന്മാരെ സ്വാധീനിക്കും. എന്നിട്ട് മക്കൾക്കിടയിൽ വേർതിരിവുണ്ടാക്കും. ആ മധ്യസ്ഥന്മാര് ചിന്തിക്കേണ്ടതും, ഒരു മധ്യസ്ഥമെങ്ങാനും ഹലാലല്ലാത്ത നിലക്കാണുണ്ടെങ്കിൽ, അഥവാ നമ്മളെ മധ്യസ്ഥം ഇസ്ലാമിന്റെ ചിട്ടക്കനുസരിച്ചിട്ടല്ലെങ്കിൽ നരകമായിരിക്കും മധ്യസ്ഥന്മാർക്ക് അല്ലാഹു വാഗ്ദാനം ചെയ്തത്. നരകത്തിലേക്കാണ് അവരുടെ പോക്കെന്ന് ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി മുസ്ലിം സമൂഹത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. മധ്യസ്ഥന്മാരാണോ ന്യായത്തോടൊപ്പം നിൽക്കണം, ഇസ്ലാം പഠിപ്പിച്ച മര്യാദകൾക്കനുസരിച്ച് നിൽക്കണം. ചില മക്കൾ മധ്യസ്ഥന്മാരെ സ്വാധീനിച്ച് കാര്യം നേടുന്നവരുണ്ട്. കാരണം അങ്ങനെയൊക്കെ ഒരു ചർച്ച നടക്കുമ്പോ നാവിന് വലുപ്പക്കുറവുള്ളവരും സമർത്ഥിക്കാൻ പറ്റാത്തവരുമായ മക്കളുണ്ടാകും. ആ സ്ഥാനത്തൊക്കെ മധ്യസ്ഥന്മാരെ ചാക്കിട്ട് പിടിച്ച് മോഹന വാഗ്ദാനം കൊടുത്ത് കണ്ണായ സ്ഥലം എഴുതി വാങ്ങുന്നവർ, വരുമാനമുള്ളത് സ്വന്തം പേരിലാക്കുന്നവർ, അവരോട് കൂടിയ അള്ളാഹു ഓർമ്മപ്പെടുത്തിയത് നിങ്ങളെങ്ങാനും ഏതെങ്കിലും വിഷയത്തിൽ ഒരു മധ്യസ്ഥത്തിന് പോകുന്നുണ്ടെങ്കിൽ മധ്യസ്ഥരെ വൽയഖ്ശ, നിങ്ങൾ ഭയപ്പെടണം, നിങ്ങൾ പേടിക്കണം. ആരെ? മൂത്തോനെയല്ല, ഇളയോനെയല്ല, മോളെ കെട്ടിയ പുതിയാപ്പന്റെ പണത്തിന്റെ ഹുങ്കല്ല, അവനെ എന്തെങ്കിലും കിട്ടുന്ന കമ്മീഷന്റെ പേരല്ല. വൽയഖ്ശ, നിങ്ങൾ ഭയപ്പെടണം. അല്ലദീന ലൗ തറകൂ മിൻ ഖൽഫിഹിം ദുർരിയതൻ ളിആഫ, നിങ്ങളുടെ മക്കളാണ് ആ ഗതി വരുന്നതെന്ന ഭയം, നിങ്ങളുടെ മക്കൾക്കാണ് ആ ഗതി വരുന്നതെന്ന ഭയം മധ്യസ്ഥന്മാർക്കുണ്ടാവണം. നിങ്ങൾ വിട്ടേച്ച് പോകുന്ന മക്കളും ഇതുപോലെ ബലഹീനരായി പോയേക്കാമെന്ന സങ്കടം, ആ ചിന്ത, അത് ഓരോ മധ്യസ്ഥന്മാർക്കും ഉണ്ടാകണം. എന്റെ മക്കൾ അങ്ങനത്തെയിലേക്ക് എത്തിപ്പെടും, എന്റെ മക്കളെ സ്വത്ത് മറ്റു ചിലർ കൊണ്ടുപോകും എന്ന ബേജാറ് നിങ്ങൾക്ക് തോന്നുന്ന രീതിയിലാവണം മധ്യസ്ഥന്മാർ മറ്റൊരുത്തന്റെ വിഷയത്തിൽ ഇടപെടേണ്ടത്. അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യണം. ഈ രണ്ടും ഓരോ മധ്യസ്ഥന്മാർക്കും ഉണ്ടാകേണ്ട ഗുണങ്ങളാ. ഇന്ന് ആ മധ്യസ്ഥത്തിന്റെ പേരിൽ കമ്മീഷൻ പറ്റിയവരൊക്കെ ഉണ്ടാകും. അത് മക്കൾക്കായിട്ടും സ്വന്തം കുടുംബത്തിനായിട്ടും വീട് മോടി കൂട്ടാനും അങ്ങനെ ഇടയാളന്മാരായി ഒരു വശം ചെരിഞ്ഞു നിന്നതിന്റെ പേരിൽ 1 രൂപയായാലും 1 ലക്ഷമായാലും അള്ളാഹുവിന്റെ നരകത്തീയാണ് നിങ്ങളും നിങ്ങളെ മക്കളും തിന്നുകൊണ്ടിരിക്കുന്നത്. ആ പാപം ശരീരത്തിൽ നിന്ന് മാറാതെ 40 ദിവസത്തെ നമസ്കാരം പോലും അള്ളാഹ് സ്വീകരിക്കുകയില്ല. 40 ദിവസത്തിനിടക്ക് മരിച്ചാൽ പോലും അള്ളാഹുവിന്റെ അരികിലേക്ക് അവൻ ഉയർത്തപ്പെടുകയില്ല. ആ സ്വത്ത് 40 ദിവസം സൂക്ഷിച്ചാൽ മതിയല്ലോ എന്നല്ല ചിന്തിക്കേണ്ടത്. ഇന്നത്തെ ആ കച്ചവടത്തിൽ എനിക്ക് കമ്മീഷൻ കിട്ടി, ഞാൻ അതുകൊണ്ട് ഇന്ന സ്ഥാപനം വാങ്ങിത്തുടങ്ങി, ആ സ്ഥാപനത്തിന്റെ വരുമാനമാണ് എന്റെ മക്കൾ തിന്നുന്നതെങ്കിൽ നമ്മൾ മരിച്ചാലും നമ്മളെ മക്കൾ തിന്നുന്നത് പാപമാ. ആ മക്കൾ കഴിക്കുന്നത് നരകത്തിന്റെ തീയ.
സ്വന്തം മക്കളെ കൊണ്ട് നരകത്തിന്റെ തീക്കട്ട തീറ്റിക്കുന്ന മധ്യസ്ഥന്മാരാവരുത്, എളാപ്പമാരാവരുത്, അമ്മമാരും കാരണവന്മാരും ആവരുത്. ന്യായത്തിനനുസരിച്ച് നിൽക്കണം. പറ്റില്ലേ, മധ്യസ്ഥത്വം ഒഴിഞ്ഞേക്കണം. എന്നെ കൊണ്ട് പറ്റില്ല, ആർക്കെങ്കിലും ഒരു ഭാഗത്തെ ന്യായം ഉണ്ടാകൂ, ന്യായത്തിന്റെ കൂടെ ഞാൻ നിൽക്കും എന്ന് പറഞ്ഞ് അതിന് സാധിക്കാത്തവർ മാറി നിൽക്കലാണ് ഗുണം എന്ന് ഇസ്ലാമിക ചരിത്രം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി. മൂന്നാമത്തെ ഒരു കൂട്ടർ മാതാപിതാക്കൾ, എഴുതി വെക്കുന്നവർ, വസിയത്ത് വെക്കുന്നവർ. ഹിബത്ത് എന്ന ഇഷ്ടദാനം എന്ന പേരിൽ എഴുതി വെക്കുന്ന ആളുകൾ. മരണത്തിന്റെ മുൻപ് വസിയത്ത് എഴുതി വെക്കുന്നവരുണ്ട്. വസിയത്ത് എഴുതി വെക്കാം ആർക്ക്? ലാ വസിയത്ത ലിവാരിസിൻ, അനന്തരമെടുക്കേണ്ട മക്കൾക്കോ കുടുംബക്കാർക്കോ വസിയത്ത് എഴുതി വെക്കാൻ പാടില്ല. ആ വസിയത്തിന് ഇസ്ലാം അനുവാദം നൽകിയിട്ടില്ല. വസിയത്ത് ആദ്യം അനുവാദം നൽകിയത് ഈ ആയത്ത്, വാരിസിന്റെ ആയത്ത്, അനന്തര സ്വത്തിന്റെ ആയത്ത് ഇറങ്ങുന്നതിന്റെ മുൻപായിരുന്നു വസിയത്ത് കുടുംബത്തിൽ അനന്തരത്തിന്റെ പേരിൽ എഴുതി വെക്കുന്നത് അനുവദിക്കപ്പെട്ടത്. എന്നാൽ പിന്നീട്, അഥവാ ഇസ്ലാമിന്റെ തുടക്ക കാലഘട്ടത്തിൽ മരിക്കുന്ന വാപ്പാന്റെ വസിയത്ത്, അനന്തര സ്വത്ത് ഇന്ന കണക്ക് എന്ന നിലക്ക് അവതരിക്കപ്പെട്ടിട്ടില്ല. അന്ന് മരണത്തിന്റെ മുൻപ് ചില വാപ്പാര് പറയുമായിരുന്നു, ആ തൊടി അവന്, ഈ പറമ്പ് ഇവന് എന്ന നിലക്ക് വസിയത്ത് പറയും. എന്നാൽ വാരിസിന്റെ അനന്തര സ്വത്തിന്റെ ആയത്തിറങ്ങിയതിന് ശേഷം അനന്തരം എടുക്കേണ്ട മക്കൾക്ക് മരണത്തിന്റെ മുൻപ് ഒരു വാപ്പ വസിയത്ത് ചെയ്യാൻ ഇസ്ലാം അനുവാദം നൽകിയിട്ടില്ല. എന്നാൽ ആ വാപ്പാക്ക് വസിയത്ത് ചെയ്യാം. സ്വത്തിന്റെ 1/3 ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ. ആ സ്വത്തിന്റെ 1/3 അയാൾക്ക് എന്ത് ചെയ്യാം? ഇത് ഇന്ന പള്ളിക്ക്, ഇന്ന സ്ഥാപനത്തിന്, അല്ലെങ്കിൽ ഇന്ന വ്യക്തിക്ക്, അനന്തരമെടുക്കാത്ത വ്യക്തിക്ക് എന്ന നിലക്കൊക്കെ വസിയത്ത് ചെയ്യാമെന്നല്ലാതെ അനന്തരമെടുക്കുന്ന മക്കൾക്ക് വസിയത്ത് എഴുതി കൊടുക്കാൻ ഇസ്ലാം അനുവാദം നൽകിയിട്ടില്ല. എന്നാൽ കൊടുക്കാം ഹിബത്ത് എന്ന നിലക്ക്. ഹിബത്ത് എന്നാൽ ഇഷ്ടദാനമായിക്കൊണ്ട്. ആ ഇഷ്ടദാനം എഴുതി കൊടുക്കുമ്പോൾ മറ്റുള്ള മക്കൾ അറിയാതെ കൊടുക്കാനും പാടില്ല. മൂത്തവനായ എനിക്ക് വാപ്പ ഇഷ്ടദാനമായി 10 സെന്റ് തന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ 2 അനിയന്മാരെയും എൻ്റെ പെങ്ങളെയും വാപ്പയത് ബോധ്യപ്പെടുത്തണം. അല്ലെങ്കിൽ വാപ്പാന്റെ മരണശേഷമാണ് ആ ഇഷ്ടദാനത്തിന്റെ തെളിവ് പുറത്തു വരുന്നതെങ്കിൽ മക്കൾ എന്നോട് പകക്കാരാവും, ഞങ്ങൾ തമ്മിൽ തെറ്റും, അതിന്റെ പേരിൽ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതില്ലാതിരിക്കാൻ വാപ്പാർക്ക് പറയാം, ഞാൻ ഇത് അവന്, മൂത്ത മകന് ന്യായമായ കാരണത്തിന്റെ പേരിൽ ഇഷ്ടദാനം കൊടുത്തിട്ടുണ്ട്. എങ്ങനെയൊക്കെ ഒരു ഉദാഹരണമായിട്ട് പറയാം. വാപ്പ രോഗിയായി കിടപ്പിലായി, 2 പെങ്ങന്മാരെ കെട്ടിച്ചത് മൂത്ത ജ്യേഷ്ഠന. അയാളുടെ അധ്വാനത്തിന്റെ ഭൂരിഭാഗവും അയാൾ ഉപയോഗിച്ചത് പെങ്ങന്മാർക്ക് വേണ്ടിയാ, അല്ലെങ്കിൽ ആ അനിയന്മാരുടെ കച്ചവടമൊക്കെ ഒന്ന് നല്ല രീതിയിൽ എത്തിക്കാൻ വേണ്ടി. ആ സമയത്ത് വാപ്പാക്ക് പറയാം, മക്കളെ, നിന്റെ ഉത്തരവാദിത്വം വാപ്പാന്നുള്ള നിലക്ക് ഞാൻ ചെയ്യേണ്ട പലതും മൂത്തോനാ ചെയ്തത് കൊണ്ട് ഞാനൊരു 15 സെന്റ് ഇഷ്ടദാനമായി ഞാൻ ആ മൂത്തവന് കൊടുക്കുന്നുണ്ട്. മറ്റുള്ള മക്കൾ അത് അംഗീകരിക്കണം, ആ രീതിയിൽ അവരെ ബോധ്യപ്പെടുത്തണം. അവരറിയാത്ത നിലക്ക് അങ്ങനെ ഒരു തന്ത്രത്തിലൂടെ കൈവശപ്പെടുത്താൻ മക്കൾക്കോ, ഒരു മക്കളോട് പക്ഷപാതിത്വം കാണിച്ച് എഴുതി വെക്കാൻ മാതാപിതാക്കൾക്കോ അല്ലാഹ് അർഹത നൽകിയിട്ടില്ല, അവകാശം നൽകിയിട്ടില്ല. എന്ത് ചെയ്യുന്നതും നീതിപൂർവമായിരിക്കണം. അള്ളാഹുവിന്റെ അനുഗ്രഹം പ്രതീക്ഷിച്ച് മക്കളുടെ തന്ത്രത്തിൽ പെടാതെ ആ വിഷയത്തിൽ ഇടപെടാൻ സാധിക്കണം. ഇന്നത് പറയാനൊരു കാരണങ്ങളുണ്ട്. പല കുടുംബത്തിലും ചില മക്കൾ വാപ്പാനെ കൊണ്ടുപോയി നോക്കി, അല്ലെങ്കിൽ ഉമ്മായെ കൊണ്ടുപോയി നോക്കി, ഉമ്മാന്റെ അത്തും പിത്തുമായ സമയത്ത് എഴുതിയെടുക്കുന്ന ഒരു രീതിയൊക്കെയുണ്ട്. നമ്മൾ അത്തരക്കാരാണ് എന്ന അർത്ഥത്തിലല്ല. എന്നിട്ട് അവസാനം മരണശേഷം വീതം വെക്കുന്ന സമയത്ത് ഒരു കടലാസും കൊണ്ടുവന്ന്, ഉമ്മ എനിക്ക് വസിയത്ത് തന്നിട്ടുണ്ട്, ഉമ്മ എനിക്ക് അങ്ങനെ തന്നിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു രീതി നേടുന്നത് ഒരു പറമ്പോ 10 സെന്റോ ആണെങ്കിലും മക്കളെ തലമുറകളായി തിന്നാൻ കൊടുക്കുന്നത് ഹറാമാണെന്ന തിരിച്ചറിവുണ്ടാവണം. ആ ബോധമാണ് രക്ഷിതാക്കളും ശ്രദ്ധിക്കണം. ഏതെങ്കിലും സമയത്ത് എന്തെങ്കിലും രീതിയിൽ സ്വത്തിന് വേണ്ടി മക്കൾ സ്വാധീനിക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് വഴങ്ങിക്കൊടുക്കുന്ന ഒരു രീതിയും രക്ഷിതാക്കൾക്ക് അത്ര അഭിലഷണീയമല്ല. അതും അള്ളാന്റെ അടുത്ത് ചോദ്യം ചെയ്യപ്പെടും. ഇതോടൊപ്പം മറ്റൊരു വശവും നമ്മൾ സ്വത്തിന്റെ വിഷയത്തിൽ മനസ്സിലാക്കണം. ആ സ്വത്ത് വീതം വെക്കുമ്പോൾ അല്പം വിട്ടുവീഴ്ചയൊക്കെ പരസ്പരം ചെയ്യുന്നത് നല്ലതാണെന്ന് ഇസ്ലാമിക ലോകത്ത് പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഹക്ക് ഹക്കായ നിലക്ക് തന്നെ പോണം. ആണിന് ഫുള്ള്, അതിന്റെ പകുതി പെണ്ണിന്. വാപ്പ മരിക്കുമ്പോൾ ഈ വീട് മാത്രമേയുള്ളൂ എങ്കിൽ ആ വിഷയം
3 മക്കൾക്കുണ്ടെങ്കിൽ 3 മക്കൾക്കും അർഹതപ്പെട്ടതൊക്കെ തന്നെയാ ഇസ്ലാമിന്റെ ചിട്ടക്കനുസരിച്ച്. പക്ഷെ അവിടെ മാനുഷിക പരിഗണന വെച്ച് ഒരാളെയും ദാരിദ്ര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന രീതിയിൽ നമ്മൾ കടും വാശി പിടിക്കാൻ പാടില്ല. മറ്റൊരാളെ സങ്കടപ്പെടുത്തുന്ന രീതിയിൽ നമ്മൾ അയാളെ ബുദ്ധിമുട്ടിക്കാനും പാടില്ല. ന്യായമുണ്ടെങ്കിൽ അല്പം വിട്ടു നൽകിയേക്കണം. ആ ന്യായത്തോടൊപ്പം അല്പം വിട്ടുവീഴ്ച നമ്മൾ പ്രകടിപ്പിക്കണം. ഉദാഹരണത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അത് എളുപ്പത്തിൽ ബോധ്യപ്പെടും. ഒരു വാപ്പക്കായ കാലത്ത് നല്ല സാമ്പത്തിക സ്ഥിതി ഉണ്ടാകും. ആ സമയത്ത് പെങ്ങന്മാരെ പെൺമക്കളെ കെട്ടിച്ചത് നല്ല നിലക്കായിരിക്കും. 3 ലക്ഷത്തിന്റെ അറയോ കാറോ സമ്പത്തോ സ്വർണമോ അതിനു പുറമെ 150 പവനൊക്കെ കെട്ടിച്ചയക്കും. 3 പെങ്ങന്മാരെയും കെട്ടിച്ചയച്ചതോടെ വാപ്പ സൈഡായി, കച്ചവടം പൊളിഞ്ഞു, കടബാധ്യതകളായി. വീട്ടിന്റെ മൂലയിലേക്ക് വാപ്പ ഒതുങ്ങി. അവസാനം വാപ്പ മരിച്ചു. ഒരാൺകുട്ടി മാത്രമേയുള്ളൂ. 3 പെങ്ങന്മാർക്കും ഒരാങ്ങള മാത്രം. വീതം വെക്കുന്ന സമയം വന്നപ്പോ അതേ പെങ്ങന്മാരും അളിയന്മാരും ആ വീടിന് വേണ്ടി വാശി പിടിച്ചു. ആ വീടും സ്ഥലവും ആ വീട് നിൽക്കുന്നതും മാത്രമേയുള്ളൂ. 4 സെന്റ് സ്ഥലം, 4 സെന്റില് വീട്. പെങ്ങന്മാര് വാശി, പിണക്ക്, തമ്മിലടി. ആ സമയത്ത് വീടില്ലെങ്കിൽ ആ ചെറുപ്പക്കാരൻ തെരുവില. ഉമ്മയെയും കൊണ്ട് തെരുവിലേക്ക് ഇറങ്ങണം. അവൻ അതേയുള്ളൂ. ആ സമയത്ത് മക്കളെ ആയ കാലത്തുമ്മാര് വാപ്പാര് നല്ല നിലക്ക് തന്നിട്ടില്ലേ? ഒരിളയോനെ ദാരിദ്ര്യത്തിലേക്കും നാട്ടുകാരെ മുൻപിലേക്കും കൈനീട്ടേണ്ട അവസ്ഥയിലേക്ക് എത്തിക്കാൻ പാടില്ല. കാരണം നല്ല മനസ്സോടുകൂടി അതിൻ്റെതായ രീതിയിൽ ഒരു വിട്ടുവീഴ്ച മനോഭാവം കാണിക്കണം. ദുനിയാവിന്റെ ധനത്തിന് അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയ, ബന്ധമാണ് വലുത്, പണമല്ല വലുത്. പണത്തെക്കാളും അപ്പുറം ബന്ധത്തിന് വില കൊടുക്കണം. ബന്ധത്തിന്റെ മേലെ പണത്തിന് വില കൊടുത്താൽ ദുനിയാവിൽ പണം ഉണ്ടാകും, ദുനിയാവിൽ പറമ്പുണ്ടാകും. ആഖിറത്തിൽ അള്ളാന്റെ മുൻപിൽ സ്വന്തം രക്തത്തോട് അന്യായം ചെയ്തതിന്റെ പേരിൽ തലകുനിച്ച് വിരലിന്റെ നഖം കടിച്ച് സങ്കടപ്പെട്ട് നിൽക്കേണ്ടി വരും. അതുകൊണ്ട് അല്പം വിട്ടുവീഴ്ച ചെയ്ത് ബന്ധങ്ങളെ ചേർത്ത് പിടിക്കാൻ സാധിക്കണം. ആ രംഗത്തൊക്കെ എല്ലാം തൊണ്ട തൊടാതെ അങ്ങ് സ്വീകരിച്ചേക്കണം എന്നല്ല. ന്യായമായ കാര്യങ്ങളാണെങ്കിൽ അതിനൊരൽപ്പം വിട്ടുവീഴ്ച പെങ്ങന്മാരെ ഭർത്താക്കന്മാരാണെങ്കിലും അതല്ലെങ്കിൽ പെങ്ങൾക്കില്ലെങ്കിൽ ആങ്ങളമാരാണെങ്കിലും അവരത്യാവശ്യം സാമ്പത്തിക സ്ഥിതിയിലേക്ക് എത്തി നല്ല നിലക്ക് മറ്റൊരു വീടുണ്ടാക്കി. എന്നാൽ നാട്ടുനടപ്പനുസരിച്ച് ഇളയോനാണ് തറവാട്. ഒരു പെങ്ങളും അളിയനും പൊരല്ലാതെ നടക്കുക. ആ സമയത്ത് നമ്മളെ സ്ഥലം വിറ്റ് അല്ലെങ്കിൽ തറവാട് പൊളിച്ച് നാട്ടുകാർക്ക് വീതം വെക്കുന്ന കച്ചവടം നടത്തുന്ന രീതി, അതിൽ നിന്നൊക്കെ ഒരു അല്പം വിട്ടുവീഴ്ച, ഒരു 2 സെന്റെങ്കിൽ അല്ലെങ്കിൽ ഒരു കയറിക്കിടക്കാൻ ഒരു കൂരയെങ്കിൽ അങ്ങ് കൊടുത്തേക്കട്ടെ എന്ന് ചിന്തിക്കലേ ദുനിയാവിൽ വലിയ തോൽവിയായിട്ട് കാണണ്ട. ആഖിറത്തിൽ അള്ളാന്റെ അടുത്ത് നമ്മൾ ഉയരും. ആ മനോഭാവം സ്വത്തിന്റെ വിഷയത്തിൽ നമ്മൾ കാണിക്കണം. അവസാനം ബാക്കി നമ്മളുടെ കുടുംബം മാത്രമേ ഉണ്ടാകൂ. അനന്തര സ്വത്ത് ഒരിക്കലും നമ്മളെയും മാതാപിതാക്കളെയും നരകത്തിലേക്കാക്കാൻ പാടില്ല. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ലിം സമൂഹത്തെ ഓർമ്മപ്പെടുത്തിയ ഒരൊറ്റ വചനമുണ്ട്. ഒരു വ്യക്തി 60 വയസ്സ് വരെ ജീവിച്ചു. ആ 60 വയസ്സിലേക്ക് അടുത്തപ്പോ 60 വയസ്സ് കഴിഞ്ഞപ്പോ മരണം അദ്ദേഹം കൺമുൻപിൽ കണ്ടു. മരണത്തിന്റെ അസ്വസ്ഥതകൾ അദ്ദേഹത്തെ ബാധിച്ചു തുടങ്ങി. അതുവരെ സ്വാലിഹായ ഒരു മനുഷ്യനായിട്ടാണ് ജീവിച്ചത്. നോമ്പ്, നിസ്കാരം, അമല് എല്ലാം ക്ലിയറാ. പക്ഷെ ആ മരണത്തോടടുത്തപ്പോ അവൻ വസീയത്തിൽ ചില ഉപദ്രവങ്ങൾ കാണിച്ചു. വേണ്ടാത്ത ചില വസീയത്ത്, പക്ഷപാതിത്വത്തിന്റെ വസീയത്ത്, അന്യായമായ ചില അക്രമങ്ങൾ, സ്വത്ത് എഴുതി കൊടുക്കുന്നിടത്തും അങ്ങനെ എഴുതി വെക്കുന്നിടത്തും ആ വാപ്പ ചില ഉമ്മ ചില അന്യായങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നരകമായിരിക്കും ബാക്കിയാവുക. മരണത്തിന്റെ സെക്കൻഡ് വരെ നന്മയിൽ ജീവിച്ചിട്ടും എഴുതി വെക്കുന്ന അല്ലെങ്കിൽ അനന്തര സ്വത്തിന്റെ പേരിൽ നരകം കിട്ടുന്നൊരവസ്ഥ ആലോചിച്ചു നോക്കൂ. സ്വന്തം ജീവിതത്തിന്റെ അവസാന നിമിഷത്തിൽ നമ്മൾ ചെയ്തു വെക്കുന്ന ഒരു കാരണത്തിന്റെ പേരിൽ പിന്നെ നമ്മൾ മരിച്ചു 100 കൊല്ലം കബറിൽ കിടന്നാലും മക്കൾ ഈ ദുനിയാവിലുള്ള തമ്മിത്തല്ല് തീർന്നിട്ടുണ്ടാവൂല. തീർന്നിട്ടില്ല ഇന്ന് പല കുടുംബത്തിലും. അതിന്റെ പേരിൽ ആ കുടുംബങ്ങൾ പിണങ്ങുന്നത് സ്വത്തിന്റെ ദുനിയാവിന്റെ പേരിൽ. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും ആ വസിയത്ത് രംഗത്ത് സൂക്ഷിക്കണം. കൃത്യമായ അവകാശികളെ തടയുന്ന വസിയത്ത് ഇസ്ലാം അനുവാദം നൽകിയിട്ടില്ല. അങ്ങനെ തടയുന്ന ഒരു ഹിബത്തും വഖഫും ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. ഓന് കിട്ടാതിരിക്കാൻ, അവരിലേക്ക് പോകാതിരിക്കാൻ, ഇവനിലേക്ക് അത് വരാതിരിക്കാൻ അതിനു വേണ്ടി ഒരു വസിയത്ത്, അതിനു വേണ്ടിയിട്ടൊരു വഖഫ്, അങ്ങനത്തെ കാര്യങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാണുമ്പം സൽക്കർമ്മമാണെങ്കിലും മരിക്കുന്നതിന്റെ മുൻപ്
ആ പറമ്പ് അയാൾ പള്ളിക്ക് കൊടുത്തു. കാണുന്നവര് പുകഴ്ത്തി, കേൾക്കുന്നവർ ആസ്വദിച്ചു. അവന്റെ സൽക്കർമ്മത്തെ വാനോളം പുകഴ്ത്തി. പക്ഷെ പിന്നിലുള്ള തന്ത്രം, ആ മുതല് മൂത്തവനിലേക്ക് പോകരുത്, ആ മുതല് ഈ മക്കളിലേക്ക് എത്തരുത്. ചെയ്യുന്നത് സൽക്കർമ്മമാണെങ്കിലും അന്യായമായിട്ടാണ് എഴുതി വെക്കുന്നതെങ്കിൽ മിൻ ബഅദി വസിയ്യത്തിൻ യൂസാ ബിഹാ ഔ ദൈനിൻ ഗൈറ മുളാരിൻ, ഉപദ്രവമായിട്ടാണ്, ഉപദ്രവമല്ലാത്ത നിലക്കാണ് നിങ്ങളത് എഴുതി വെച്ചതെങ്കിൽ അത് മക്കൾക്ക് നടപ്പിലാക്കാം. ഉപദ്രവമായിട്ടാണ് ചെയ്തു വെച്ചതെങ്കിൽ അള്ളാഹ് ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങൾ എഴുതി വെച്ചത് നിങ്ങൾക്കേ ഓർമ്മയുള്ളൂ എങ്കിൽ നിങ്ങളെ വാഴ്ത്താൻ 100 ആളുണ്ടായാലും നിങ്ങളെ മനസ്സറിയുന്ന റബ്ബ് പറയുന്നു വസിയ്യത്തും മിനല്ലാഹ്, അള്ളാന്റെ ഒരു വസിയ്യത്തുണ്ട്, അള്ളാഹ് പറയുന്ന ഒരു വസിയ്യത്തുണ്ട്. വല്ലാഹു അലീമുൻ ഹലീം, എല്ലാം അള്ളാഹ് അറിയുന്നുണ്ട്, എല്ലാം അള്ളാഹ് കാണുന്നുണ്ട്. ആരെവിടെ കുശാഗ്ര ബുദ്ധി കാണിച്ചു, ആര് തന്ത്രപൂർവം സ്വാധീനിച്ചു, ആര് സ്വന്തം വരുതിയിലേക്ക് കല്ലിട്ടപ്പ ചരിച്ചിട്ടു, ആര് 1 ഇഞ്ച് ഭൂമി ചരിച്ചു പിടിച്ച് അവനാന്റെ വരുതിയിലേക്ക് വെച്ചു, ഏത് അളിയാക്കനെ ആളുകൾ മുക്കി, എന്ത് തറവേല കാണിച്ചു, ഇതൊരുത്തനും അറിഞ്ഞിട്ടില്ലെങ്കിലും അള്ളാഹ് അറിയുന്നുണ്ടെന്ന് റബ്ബ് ഓർമ്മപ്പെടുത്തുന്നുണ്ടെങ്കിൽ ആ സൂക്ഷ്മതാ കാര്യം സ്വത്തിന്റെ വീതം വെക്കുന്ന രംഗത്ത് അനന്തര സ്വത്തിൽ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ അത് മാത്രം മതി അള്ളാഹുവിന്റെ നരകത്തിലേക്ക് എത്താനുള്ള മാർഗമായി. അള്ളാഹു തആല ദീനിനെ നെഞ്ചോട് ചേർത്ത് റബ്ബിന്റെ മാർഗത്തെ സ്വീകരിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഊസീകും ഇയ്യായ അവ്വലം ബിതഖ്വല്ലാഹ്. ജീവിതത്തിന്റെ ഒരു രംഗത്തും അള്ളാഹുവിനെ മറന്നുപോകരുതേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളിൽ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അനന്തര അവകാശ നിയമങ്ങൾ അതൊരു വലിയ ബൃഹത്തായ വിഷയമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി. പലപ്പോഴും അതിൻ്റെ അളവുകളെപ്പറ്റി പറയുന്നിടത്ത് ഞാൻ പോലും വിവരമില്ലായ്മ ഏറെ സങ്കടപ്പെടുത്താറുണ്ട്. പൊതുവായ കാര്യങ്ങൾ മാത്രമേ നമ്മൾക്ക് സംസാരിക്കാൻ സാധിക്കാറുള്ളൂ. സൂക്ഷിക്കണം. ആ വിഷയത്തിൽ നമ്മൾ ഗൗരവത്തോടെ കാണേണ്ട ഒരു വിഷയം, ഒരു മരണപ്പെട്ട വ്യക്തിക്ക് കടമുണ്ടെങ്കിൽ, വസിയത്തും കടവുമുണ്ടെങ്കിൽ, അത് രണ്ടും പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ അയാളുടെ സ്വത്ത് വീതിക്കാൻ പാടുള്ളൂ. ഇന്നൊരു പക്ഷേ വാപ്പ മരിച്ച സ്വത്ത് എല്ലാവർക്കും വേഗം കിട്ടണം, അത് വേഗം വീതിക്കണ്ട എന്നൊന്നും ഒരാളും പറഞ്ഞിട്ടില്ല. വീതിക്കലാണ് നല്ലത്. കാരണം സ്വന്തമായ വരുതിയിലേക്ക് എത്തുമ്പോൾ അതിന് ആവശ്യക്കാരുണ്ടാകും, അതോടൊപ്പം അത്യാവശ്യക്കാരുണ്ടാകും, ആ സ്ഥലത്തിനും സ്ഥാപനത്തിനും പോഷണങ്ങളും ഉണ്ടാകും. വാപ്പക്ക് 1 ഏക്കർ സ്ഥലമുള്ളപ്പോൾ ഒരു വാപ്പാക്ക് അതെല്ലാം കൂടി നോക്കി നടക്കാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ വാപ്പ മരിച്ചപ്പോൾ അത് വീതം വെക്കുന്ന സമയത്ത് ഓരോ മക്കൾക്കും കിട്ടുമ്പോൾ അവരത് നന്നാക്കും. നമ്മൾ അറിയുന്നതാണ്. നമുക്ക് കിട്ടിയ 20 സെന്റിൽ കൃഷി ഇറക്കാനും ചേന നടാനും ചേമ്പ് നടാനും എന്തിനും ഒരു ഉത്സാഹം ഉണ്ടാകും. അതൊരു പോഷണമാണ്, അത് വേഗം നടക്കട്ടെ. അതുകൊണ്ട് മരണപ്പെട്ട ആളുകളുടെ സ്വത്ത് വീതിക്കലാണ് നല്ലത്. എന്നാൽ ചില മക്കൾക്ക് അതിന് ആവശ്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ആ മക്കള് സാമ്പത്തികമായി നല്ല നിലയിലായിരിക്കും. അതുകൊണ്ട് അവർ പറയും നിൽക്കട്ടെ നിൽക്കട്ടെ. അങ്ങനെ ഒരു അത്യാവശ്യക്കാരനെ മറന്നുകൊണ്ട് അത് വീതിക്കാതെ നീട്ടിക്കൊണ്ടുപോകുന്നത് ഒരിക്കലും അനുവദനീയമല്ല എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾക്കാവശ്യമില്ലെങ്കിലും അതാഗ്രഹിക്കുന്ന അനന്തരാവകാശികൾ കൂടെയുണ്ടെങ്കിൽ അവരെ പരിഗണിക്കണമെന്നാണ് ഇസ്ലാം ലോകത്തെ പഠിപ്പിച്ചത്. എങ്കിൽ അവർക്ക് ആ വിഷയത്തിൽ ഒരു ജീവിതം കിട്ടും. ആ മകൻ ആ സ്വത്ത് കിട്ടിയാൽ അവന്റെ ജീവിതം നല്ല നിലക്കാകുമെങ്കിൽ അവന് കൊടുക്കണം. നിങ്ങൾ അവിടെ മുടന്ത് ന്യായങ്ങൾ പറഞ്ഞ് നീട്ടി അവസാനം അവൻ മരിച്ച് അവന്റെ മക്കൾക്ക് പിന്നെ വേണ്ടിയല്ലോ എന്ന രീതിയിലൊക്കെ തന്ത്രം പ്രയോഗിക്കുന്നവരുണ്ട് സ്വത്തിൽ. അതുകൊണ്ട് സൂക്ഷിക്കണം. നമ്മളെ കൂട്ടത്തിൽ നമ്മളെ പിടിവാശി കൊണ്ട് സ്വത്ത് അർഹതപ്പെട്ടവരിലേക്ക് എത്താത്ത ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. രണ്ടാമതൊരു വിഷയം, മരിച്ച വാപ്പാന്റെ ഉമ്മാന്റെയൊക്കെ സ്വത്ത് അതല്ലെങ്കിൽ കടം പള്ളിയിൽ നിന്ന് ഏറ്റെടുക്കാൻ എല്ലാവർക്കും തിരക്കാം. അത് മൂത്തവൻ ഏറ്റെടുത്തു, ഇളയവൻ ഏറ്റെടുത്തു. അവസാനം വീതം വെപ്പൊക്കെ കഴിഞ്ഞപ്പോൾ മൂത്തവനോട് ചോദിച്ചപ്പോ
മൂത്ത മക്കൾ പറയും വീതം വെച്ചപ്പോ എല്ലാവർക്കും ഒരുപോലെയാ കിട്ടിയത്, നിങ്ങൾ ഇളയോനോട് ചോദിക്കി. ഇളയോൻ പറയും നിങ്ങൾ പെങ്ങളോട് ചോദിക്കി, അവർക്ക് കിട്ടിയതുപോലെ എനിക്കും കിട്ടിയിട്ടുള്ളൂ. അവസാനം മരിച്ച വാപ്പാൻ ആർക്കും വേണ്ട, വാപ്പാന്റെ കബറ് നന്നാവണമെന്നും വേണ്ട, സ്വത്ത് കിട്ടിയേച്ചാ മതി. അതില്ലാതിരിക്കാനാ ആദ്യം ആ സ്വത്ത് എടുത്തിട്ട് വാപ്പാന്റെയും മാന്റെയും കടം വീട്ടണം. അത് വാപ്പാര് പറയണം മക്കളോട്, എന്റെ മുതൽ വീതിക്കുന്നതിന്റെ ഇടയ്ക്ക് എനിക്ക് കടമുണ്ടെങ്കിൽ അത് വീതിക്കണം, അത് എഴുതി വെക്കണം, വെച്ചിട്ടുണ്ട് അത് കൊടുക്കണം. കാരണം നഫ്സുൽ മുഅ്മിനി മുഅല്ലഖത്തുൻ, ഒരു മുഅ്മിനിന്റെ ശരീരം കബറിൽ വെന്തുകൊണ്ടിരിക്കും, അവന്റെ ശരീരത്തിന്റെ തൊലിങ്ങനെ വെന്തുകൊണ്ടിരിക്കും. ഹത്താ യുഖ്ളാ അദ്ദൈൻ, അവൻ കടം വീട്ടുന്ന കാലം വരെ. അതുവരെ അവന്റെ കബറിൽ അവന്റെ തൊലിങ്ങനെ പതച്ചോണ്ടിരിക്കും. അതിനു പുറമെ കബറിലെ ശിക്ഷ വേറെ ഉണ്ടാകും. അതുകൊണ്ട് സ്വന്തം വാപ്പാനെ സ്നേഹിക്കുന്ന മക്കൾ ചെയ്യേണ്ടത്, വാപ്പാക്ക് കടണ്ടെങ്കിൽ അത് വേഗം വീട്ടല. ചില ആൾക്കാർ ഏറ്റെടുക്കാൻ ഉഷാറ് കാണിക്കെങ്കിലും പിന്നെ അതിലൊന്നും വലിയ ശുഷ്കാന്തി കാണിച്ചിട്ടില്ല എങ്കിൽ അത് വാപ്പാന്റെ മുതൽ അനുഭവിക്കുമ്പോൾ ഒരർഹതയില്ല വാപ്പാന്റെ മുതൽ നമുക്ക് അനുഭവിക്കാൻ. ആദ്യം വാപ്പാന്റെ കബറൊന്ന് തണുപ്പിച്ചു കൊടുക്കണം. ആ രീതിയിലാവണം നമ്മൾ ചിന്തിക്കേണ്ടത്. അങ്ങനെയുള്ള നല്ല മക്കളാവാനും സ്വത്ത് വിഷയത്തിൽ ദുനിയാവ് ചെറുതാണെന്നും ആഖിറം വലുതാണെന്നും ചിന്തിക്കുന്ന നല്ല മുഅ്മിനീങ്ങളായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. അള്ളാഹുവെ, അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോകുന്നുണ്ട് നാഥ. എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു മാപ്പാക്കി നിന്റെ സ്വർഗപ്പൂങ്കാവനത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ. അള്ളാഹുവേ, ഈ മാരക രോഗത്തിന്റെ പേരിൽ ഏറെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. ജോലി നഷ്ടപ്പെട്ടവർ, അസുഖം കൊണ്ടേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, നാഥ സാമ്പത്തികമായി പൊളിഞ്ഞു പോകുന്നവർ, എല്ലാവർക്കും സമാധാനവും സ്വസ്ഥതയും നൽകി സന്തോഷമുള്ളൊരു ജീവിതം ഇഹലോകത്തും പരലോകത്തും നീ പ്രദാനം ചെയ്യണമേ. മക്കളില്ലാതെ സങ്കടപ്പെടുന്ന ഇണകൾക്ക് മക്കൾ എന്ന അനുഗ്രഹം നൽകി ഓരോ ഇണകളോടും നീ കാരുണ്യം കാണിക്കണമേ. സ്വന്തം മക്കളെ കൊണ്ട് വേദനിക്കുന്ന മാതാപിതാക്കളുണ്ട്, മാതാപിതാക്കൾ കാരണം സങ്കടപ്പെടുന്ന മക്കളുമുണ്ട്. നാഥ, ദീനിൽ ഉറച്ചു നിന്ന് പരസ്പരം സ്നേഹത്തോടെ ജീവിച്ചു തീർക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അള്ളാഹുവെ, പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് തന്നവരുണ്ട്. ഈ കഴിഞ്ഞ ദിവസം മരിച്ചുപോയ സഹോദരി മുതൽ ഓരോ മരണപ്പെട്ട ആളുകളുടെയും ഖബർ നീ വിശാലമാക്കുകയും അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിച്ചു കൂട്ടുകയും ചെയ്യണമേ. ഞങ്ങളെ മാതാപിതാക്കൾ, മക്കൾ, ഭാര്യമാർ, ഭർത്താക്കന്മാർ, സഹോദരങ്ങൾ, പ്രിയപ്പെട്ട നേതാക്കൾ, നാഥ, ഖബർ വിശാലവും സന്തോഷവും നൽകി സമാധാനമുള്ളൊരു മടക്കം, നിന്നെ കണ്ടുമുട്ടുന്ന ഒരു പുഞ്ചിരിയോടെ കണ്ടുമുട്ടാനുള്ള തൗഫീക്ക് നീ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യണമേ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ.